സെൻസോഡൈൻ ടൂത്ത് പേസ്റ്റ് ഡെന്റിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന നമ്പർ 1 ബ്രാൻഡ്. പരസ്യമൊക്കെ ഗംഭീരമായിട്ടുണ്ട്. പക്ഷെ സത്യത്തിൽ പല്ലുപുളിപ്പ് വന്നു കഴിഞ്ഞാൽ ഡെന്റിസ്റ്റ് സെൻസോഡൈൻ ആണോ റെക്കമെൻഡ് ചെയ്യുന്നത്? നമുക്ക് പരിശോധിക്കാം അല്ലെ. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ബൂസ്റ്റിന്റെ ഒക്കെ പരസ്യം കണ്ടിട്ടില്ലേ? അതായത് ബൂസ്റ്റ് ഈസ് എ സീക്രട്ട് ഓഫ് അവർ എനർജി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ക്രിക്കറ്റേഴ്സ് ഒക്കെ പരസ്യത്തിൽ അഭിനയിക്കും അല്ലേ. പക്ഷെ അവര് ലൈഫില് ഒരു പ്രാവശ്യം പോലും ചിലപ്പോൾ ബൂസ്റ്റ് കഴിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ അവര് പരസ്യത്തിൽ അഭിനയിക്കും. ഇത് കണ്ടിട്ട് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും? ഈ ബൂസ്റ്റ് വാങ്ങി കഴിക്കും. എനർജി കുറവുണ്ട്, ഓക്കെ കുറച്ച് ബൂസ്റ്റ് വാങ്ങി കഴിക്കാം, അങ്ങനെ കരുതിയിട്ട് ബൂസ്റ്റ് വാങ്ങി ഉപയോഗിക്കും അല്ലേ. അപ്പൊ ഇതേപോലെ തന്നെ സെൻസോഡൈൻ കമ്പനി അവരുടെ ഒരു അഡ്വർടൈസ്മെന്റ് ഇറക്കിയതാണ് ഡെന്റിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന നമ്പർ 1 ബ്രാൻഡ് എന്നുള്ളത്. സത്യത്തില് നിങ്ങൾക്ക് പല്ലുപുളിപ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻസോഡൈൻ ടൂത്ത് പേസ്റ്റ് ഒക്കെ ഉപയോഗിക്കാം. അതില് ആന്റി സെൻസിറ്റിവിറ്റി ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു പ്രാവശ്യം പല്ലുപുളിപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സെൻസോഡൈൻ ടൂത്ത് പേസ്റ്റ് നിങ്ങൾ ഡെയിലി ഉപയോഗിക്കാൻ തുടങ്ങും. അതായത് നിങ്ങളെ പെർമനന്റ് ടൂത്ത് പേസ്റ്റ് ആയിട്ട് സെൻസോഡൈനെ നിങ്ങൾ മാറ്റിയെടുക്കും. അതിലാണ് സാധാരണക്കാർക്ക് തെറ്റുപറ്റുന്നത്. അപ്പൊ ഈ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ മിസ്ലീഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ഏതൊരു ടൂത്ത് പേസ്റ്റ് എടുത്താലും അതിൽ ബേസിക് ആയിട്ട് ഒരു ഡിറ്റർജന്റ് ഉണ്ടാവും, ഫ്ലൂറൈഡ് ഉണ്ടാവും. ഇനിയിപ്പോ സെൻസിറ്റിവിറ്റി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പേസ്റ്റ് ആണെങ്കിൽ അതിലൊരു സെൻസിറ്റിവിറ്റി വരാതിരിക്കാനുള്ള ഒരു കോമ്പൗണ്ടും ഉണ്ടാവും. അപ്പൊ ഇതാണ് ഒരു ടൂത്ത് പേസ്റ്റിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാല്, ഒരു പ്രാവശ്യം സെൻസിറ്റിവിറ്റി വന്ന ആളുകൾ എന്ത് ചെയ്യും? അത് സ്ഥിരമായിട്ട് ഈ സെൻസോഡൈൻ പോലെയൊക്കെയുള്ള ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യും. അപ്പൊ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ നല്ല റഫായിട്ടൊക്കെയാണ് ബ്രഷ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പല്ലൊക്കെ നല്ലോണം തേഞ്ഞു പോയിട്ടുണ്ടാവും. തേഞ്ഞു പോയി കഴിയുമ്പോൾ നിങ്ങൾ ഇത്തരം ആന്റി സെൻസിറ്റിവിറ്റി ടൂത്ത് പേസ്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ തേയ്മാനം സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പല്ലുപുളിപ്പ് ഉണ്ടാവും അല്ലെ. ആ പല്ലുപുളിപ്പ് അറിയാതെ പോകും. ആ പല്ലുപുളിപ്പ് ഈ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്ന കാരണം നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല. പല്ലിങ്ങനെ തേഞ്ഞ് പോകുന്നുണ്ടാവും, പക്ഷെ ടൂത്ത് പേസ്റ്റ് ഈ പുളിപ്പിനെ മാസ്ക് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക? പല്ല് കേടാവുന്നത് നിങ്ങൾ അറിയാതെ പോകും അല്ലെ. അപ്പൊ സാധാരണയായിട്ട് പല്ല് തേയ്മാനം സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ പല്ലുപുളിപ്പും ഒക്കെ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇത്തരം ടൂത്ത് പേസ്റ്റ് നിങ്ങളെ ട്രാപ്പ് ആക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പല്ല് പുളിക്കുന്നത് നിങ്ങൾ അറിയാതെ പോകും. അപ്പൊ പല്ല് കേടായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ അറിയാതെ പോകും. അങ്ങനെ നിങ്ങളെ പല്ലിന്റെ കണ്ടീഷൻ വളരെ പുവർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് ഡെന്റിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന നമ്പർ 1 ബ്രാൻഡ് ആണോ ഈ സെൻസോഡൈൻ ടൂത്ത് പേസ്റ്റ് എന്ന് പരിശോധിക്കാം. സത്യം പറഞ്ഞാല് ഡെന്റിസ്റ്റ് മറ്റു പല ടൂത്ത് പേസ്റ്റുകളാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതിൽ ആന്റി സെൻസിറ്റിവിറ്റി, അതായത് പല്ലുപുളിപ്പ് വരാതിരിക്കാനുള്ള കോമ്പൗണ്ട്സ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള പല ടൂത്ത് പേസ്റ്റുകളും ഉണ്ട്, മെഡിക്കേറ്റഡ് ആയിട്ടുള്ള. അത്തരം ടൂത്ത് പേസ്റ്റുകളാണ് സാധാരണയായിട്ട് ഒരു ഡെന്റിസ്റ്റ് റെക്കമെൻഡ് ചെയ്യാറുള്ളത്. ചില ഡെന്റിസ്റ്റ് ഒക്കെ ചിലപ്പോൾ സെൻസോഡൈൻ അതുമാതിരി കോൾഗേറ്റിന്റെ ഒക്കെ ആന്റി സെൻസിറ്റിവിറ്റി ടൂത്ത് പേസ്റ്റ് ഇല്ലേ, അതൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഇതിനേക്കാളും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതാണ് കോമൺ ആയിട്ട് ഡെന്റിസ്റ്റ് റെക്കമെൻഡ് ചെയ്യാറുള്ളത്. ഇനി സെൻസിറ്റിവിറ്റി വന്നു കഴിഞ്ഞാല് തീരെ ഉപയോഗിക്കരുത് എന്നല്ല, 1-2 ആഴ്ചക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിൽ കൂടുതലായിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഇത്തരം ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കാൻ പാടില്ല. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുഞ്ഞുങ്ങൾക്ക് ഒരു കാരണവശാലും ഇത്തരം ടൂത്ത് പേസ്റ്റുകൾ നൽകാൻ പാടില്ല. കുഞ്ഞുങ്ങൾക്ക് വേറെ തന്നെ ടൂത്ത് പേസ്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത്തരം ടൂത്ത് പേസ്റ്റുകൾ നിങ്ങൾ ഡെന്റിസ്റ്റിനോട് ചോദിച്ചിട്ട് ഏതാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കിയിട്ട് നിങ്ങളുടെ കുട്ടീന്റെ പല്ലിന്റെ കണ്ടീഷനൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ടൂത്ത് പേസ്റ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഞാൻ കരുതുന്നു നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കുമെന്ന്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ. നിങ്ങൾക്ക് പല്ലിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റിനെ സംബന്ധിച്ചോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തൂ, ഞാൻ റിപ്ലൈ നൽകുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളെ ഇന്ന് സംസാരിക്കാനുള്ളൂ. നന്ദി, നമസ്കാരം.